അസ്സലാമു അലൈക്കും. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിലെ തന്നെ മുഹറം 9ഉം 10ഉം നോമ്പെടുക്കൽ സുന്നത്തായിട്ടുള്ള ദിവസങ്ങളാണ്. മുഹറം 10ന്റെ അന്ന് നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മുഹറം 10ന്റെ അന്ന് നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന ദിവസമാണ് മുഹറം 10. അതിനെ കുറിച്ച് വിവരിക്കാട്ടോ. അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഒരു വർഷം ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഷെറുകളൊന്നും വരാതിരിക്കാൻ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഈ ദിക്കർ മുഹറം 10ന്റെ അന്ന് ചൊല്ലിയാൽ ഈ വർഷം തന്നെ ഒരു പ്രയാസം നിങ്ങളിലേക്ക് കടന്നു വരികയില്ല. ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10. അവ ഏതൊക്കെയാണെന്ന് പറയാം. ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്തതും തൗബ സ്വീകരിച്ചതുമായിട്ടുള്ള ദിവസമാണ് മുഹറം 10. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ 4ാം ആകാശത്തേക്ക് ഉയർത്തിയതും മുഹറം 10നാണ്. നൂഹ് നബിയുടെ അക്രമകാരികളായിട്ടുള്ള ജനതയെ അള്ളാഹു ശിക്ഷിച്ചതും നൂഹ് നബി അലൈഹിസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും കപ്പലിൽ നങ്കൂരമിട്ടതും മുഹറം 10നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും ഈ ദിവസത്തിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് ഇറക്കിയതും ഈ ദിവസത്തിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണത്തിൽ അപാകത വന്നപ്പോൾ അള്ളാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭരണം തിരിച്ചു നൽകിയതും ഈ ദിവസത്തിലാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രോഗത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും മുഹറം 10നാണ്. മൂസ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയതും മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കിയതും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച കിട്ടിയതും ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പുറത്തു കൊടുത്തതൊക്കെ മുഹറം 10നാണ്. ഇത്രയധികം പ്രാധാന്യമുള്ള ഈ ദിവസത്തിൽ നോമ്പെടുത്തവന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയോ? കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അയാൾക്ക് അള്ളാഹു പുറത്തു തരുന്നതാണ്. ഈ മുഹറം 10ന്റെ അന്ന് നാം നിർബന്ധമായിട്ടും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ട് ശക്തിയുള്ളവർക്കും ഈ ദിക്കർ ചൊല്ലാവുന്നതാണ്. 70 തവണയാണ് ഈ ദിക്കർ ചൊല്ലേണ്ടത്. ഈ ദിക്കറിനെ മുഹറം 10ന്റെ അന്ന് ആരെങ്കിലും ചൊല്ലിയാൽ ഒരു വർഷം അയാൾക്ക് ഒരു പ്രയാസമോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. ഇനി ഏതാണ് ദിക്കർ എന്ന് പറയാട്ടോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നാണ് നാം നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ദിക്കർ. എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.